ആജരാമ ജീവന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് താംബൂലം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലക്ഷണശാസ്ത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു വെറ്റില അല്ലെങ്കിൽ താംബൂലം മനസ്സിൽ തോന്നുന്ന ഒരു വെറ്റില തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഈ തിരഞ്ഞെടുക്കുന്ന വെറ്റിലയെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത നിലയെപ്പറ്റി പറയാനായി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ജ്യോതിഷം എന്നത് ഒരു ലക്ഷണ ശാസ്ത്രമാണ്. നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഇത്. മാത്രമല്ല, നിരവധി കാര്യങ്ങൾ ഇത്തരത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ജ്യോതിഷ രീതികൾ സ്വീകരിക്കാറുണ്ട്. അതിൽ താംബൂല പ്രശ്നം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ജ്യോതിഷ ശാസ്ത്രം തന്നെയുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണ പ്രശ്നമുണ്ട്. ഇതൊക്കെ നിങ്ങൾ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാകും. സാധാരണയായി ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ദേവൻ്റെ ഹിതം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വർണ്ണ പ്രശ്നമൊക്കെ വെച്ച് നോക്കാറുണ്ട്. അപ്രകാരം പണ്ട് കാലത്തൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഗുരുനാഥനൊക്കെ പണ്ട് പറഞ്ഞത് കേട്ടിട്ടുള്ള ഒരു അറിവ് വെച്ചാണെങ്കിൽ പലപ്പോഴും സ്വർണ്ണ പ്രശ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പല ആളുകൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പറയാറുണ്ട്. കാരണം ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് പൂജയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സാമ്പത്തിക ഇടപാടുകൾ, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കുന്നതിനായി സ്വർണ്ണ പ്രശ്നം അവതരിപ്പിക്കുന്നതിലൂടെ സാധിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള കള്ളത്തരങ്ങൾ കണ്ടെത്തുന്നതിന് ഇത് സാധിച്ചിരുന്നു. ഇപ്പോൾ ദേവപ്രശ്നത്തിൽ പല ആളുകളും സ്വർണ്ണ പ്രശ്നം ഉൾപ്പെടുത്താൻ മടിക്കുന്നതായി കാണാറുള്ളതാണ്. അതിന് കാരണം സ്വർണ്ണ പ്രശ്നത്തിൽ പല സത്യങ്ങളും വെളിവാക്കപ്പെടുമെന്നതുകൊണ്ട് ഇത് ചിലർക്ക് ബുദ്ധിമുട്ടായി വരാറുണ്ട് എന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ പഴയ കാലത്തൊക്കെ ദേവപ്രശ്നം മനസ്സിലാക്കിയെടുക്കുന്നതിനായി, അതായത് ഒരു ക്ഷേത്രത്തിൽ ദേവൻ അല്ലെങ്കിൽ ദേവത പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവിടെ പൂജകൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പൂജാവിധികളും മറ്റ് കർമ്മങ്ങളും ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരം ശാസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും ഇതൊക്കെ ചെയ്യുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. എന്നിരുന്നാലും താംബൂല പ്രശ്നം എന്ന് പറയുന്നത് തന്നെ പല രീതിയിലുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന ഒരു ലക്ഷണശാസ്ത്ര താംബൂല പ്രശ്നമാണ്. കാരണം യൂട്യൂബ് വഴി നമുക്ക് യഥാർത്ഥ താംബൂല പ്രശ്നം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതിലൂടെ നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് തന്നെയാണ്. ഇതിൽ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നിലവിലുള്ള ഒരു ലക്ഷണശാസ്ത്രം മാത്രമാണ്. ഇത് പിന്നീട് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇത് സ്ഥിരമായ ഒരു ലക്ഷണമായിട്ടോ സ്ഥിരമായ ഒരു ശാസ്ത്രമായിട്ടോ കാണേണ്ടതില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇതിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ പലരും ഇത് കാണുന്നത് ഏതെങ്കിലുമൊക്കെ സമയത്തായിരിക്കും. മാത്രമല്ല, ഇതിൽ 1, 2, 3 എന്ന ക്രമത്തിൽ 3 വെറ്റിലകൾ, അതായത് ആദ്യം ഒരു വെറ്റില, രണ്ടാമത് ഒരു കുറച്ചധികം വെറ്റില, മൂന്നാമത് അതിലും അധികം വെറ്റില, അങ്ങനെ 3 തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ വെറ്റിലയുടെ പ്രത്യേകതയൊന്നും നോക്കിയായിരിക്കില്ല നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. താംബൂല പ്രശ്നം മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ വെറ്റില ശാസ്ത്രം അറിയുന്ന ആളുകൾക്ക് ഓരോ വെറ്റിലയും എടുക്കുമ്പോൾ അതിൻ്റെ ലക്ഷണം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഒരുപക്ഷെ ഇത് കാണുന്നുണ്ടാകാം. അപ്പോൾ അവരും ഇത് മനസ്സിലായിട്ടുള്ള ആൾക്കാർ ഏറ്റവും ശ്രേഷ്ഠമായ വെറ്റില തന്നെയായിരിക്കും തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ വെറ്റിലയിൽ നമുക്ക് ഏറ്റവും ഉത്തമമായ ലക്ഷണം തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നതുകൊണ്ടാണ് ഈ ലക്ഷണശാസ്ത്രത്തിൽ വെറ്റില തന്നെ എടുക്കുന്നത്. ഇനി വെറ്റില പ്രശ്നം മാത്രമല്ല ജ്യോതിഷശാസ്ത്രത്തിലുള്ളത്. സാധാരണ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രശ്നരാശി അത് വെച്ച് നോക്കിയാലാണ് അറിയാൻ കഴിയുക എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വെറ്റിലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിലേതെങ്കിലും ഒരു വെറ്റില നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. അല്ലെങ്കിൽ
ഏതെങ്കിലും ഒരു വെറ്റില മനസ്സുകൊണ്ട് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. വെറ്റിലയുടെ മാഹാത്മ്യം അല്ലെങ്കിൽ വെറ്റിലയുടെ ഏതൊക്കെ ദേവതകളെയാണ് കാണിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ഇതിലൂടെ കാണിക്കുന്നില്ല. അതുകൂടി പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വെറ്റില തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് നോക്കാം. ഈ വെറ്റില നിങ്ങൾ നന്നായി സൂക്ഷ്മമായി പരിശോധിക്കുക. ആദ്യത്തെ വെറ്റിലയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ചൈതന്യം കുറഞ്ഞു പോയ വെറ്റിലയാണ് ഇതിൽ പറയുന്നത്. അതായത് സാമ്പത്തിക തടസ്സങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിട്ടാണ് ഈ ഒന്നാമത്തെ വെറ്റില തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെക്കുറിച്ച് പറയേണ്ടതായിട്ടുള്ള ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്. ഒരുപാട് സവിശേഷ ഗുണങ്ങളും നന്മകളുമൊക്കെയുള്ള ആളുകൾ തന്നെയാണ് ഈ ഒന്നാമത്തെ വെറ്റില തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് വളരെയേറെ ഈശ്വരഭക്തിയുള്ളവർ, നല്ല സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവർ, മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറാനും സംസാരിക്കാനും ഒക്കെ അറിയുന്ന ആളുകൾ, അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ആളുകൾ, ഇങ്ങനെ കുറേയേറെ സവിശേഷതകൾ ഇവരെക്കുറിച്ച് പറയാനുണ്ട്. എന്നാൽ ശത്രുത കൊണ്ട് വളരെയധികം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആളുകളായിട്ടും ഇവരെ കണക്കാക്കാം. വെറ്റിലയുടെ ലക്ഷണശാസ്ത്രപ്രകാരം തുമ്പുഭാഗം ലക്ഷ്മി ചൈതന്യമുള്ളതായിട്ടും ഇടുപ്പുഭാഗം ശത്രുതയെക്കുറിച്ചും മറ്റ് ബുദ്ധിമുട്ടുകളെക്കുറിച്ചും സൂചിപ്പിക്കുന്നതായിട്ടുമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വെറ്റിലയുടെ ഈ ഒന്നാമത്തെ വെറ്റില തിരഞ്ഞെടുത്ത ആളുകൾക്ക് ശത്രുദോഷം കൂടുതലായി കാണപ്പെടുന്നു എന്ന് തന്നെ പറയാം. അതുമാത്രമല്ല, ഇവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ ശത്രുക്കൾ എന്ന് പറയുന്ന ഒരു ആളുകൾ ഇവരുടെ മനസ്സിൽ തന്നെ ഇല്ല. കാരണം ഇത്തരം ശത്രുതകളെല്ലാം ഇവർ ത്യജിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പാതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ് ഈ കൂട്ടർ. പലരുടെയും ജീവിതത്തിൽ വെളിച്ചമാകാൻ അല്ലെങ്കിൽ പലർക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കാരണമാകാൻ ഈ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഗുരുസ്ഥായികരായിട്ട് മാറാനുള്ള ചില കഴിവുകൾ ഇവർക്കുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അത് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളായാലും പരിഹരിക്കാൻ സാധിക്കുന്നവരായിട്ടാണ് ഇവരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ഇവർ അനുഭവിക്കേണ്ടതായിട്ട് കാണാറുണ്ട്. അതായത് ഒരാളുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഗുരുസ്ഥാനീയനായിട്ടിരിക്കുന്നവരായാലും ആചാര്യനായിട്ടിരിക്കുന്നവരായാലും അവരവരുടെ പ്രശ്നങ്ങൾ, അതായത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അവരവരുടെ ജീവിതത്തിലേക്ക് ഒരു ബാധ്യതയായി വരാത്ത രീതിയിലുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്തിട്ട് മാത്രം അങ്ങനെയുള്ളതിന് മുതിരുക. ഇവരിലേക്ക് ധാരാളം ധനങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇഷ്ടം പോലെ ധനം വരുന്ന രാശിക്കാരുമാണിവർ. എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ പറയുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളുള്ള ആളുകൾ ഇതിൽ ഉണ്ടാകും. അതുപോലെ ജോലി ഉണ്ടായിട്ട് അത് നഷ്ടപ്പെട്ടു പോയവരും ഇതിലുണ്ടാകും. അതുപോലെ ചില ദുഃഖങ്ങളൊക്കെ ഇവരുടെ മനസ്സിൽ ഈ സമയത്ത് ഉണ്ട്. അതുപോലെ പലപ്പോഴും ഇവരുടെ കാര്യമെന്ന് പറയുന്നത് നടക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി നടന്നു കിട്ടുന്നതാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ എപ്പോഴും ഇവരുടെ മനസ്സിലുണ്ടാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്നാൽ വളരെ മുന്നേ തന്നെ കാര്യങ്ങൾ നടക്കുന്ന ഒരവസ്ഥ ഇവർക്ക് കുറവായിരിക്കും. ഏതൊരു കാര്യത്തിലും ഇവർക്ക് അതിൻ്റെ എൻഡ് സ്റ്റേജിൽ അല്ലെങ്കിൽ അതിൻ്റെ അവസാന സമയത്തായിരിക്കും ആ കാര്യം നടന്നു കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയം വരെ ചില ടെൻഷനൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളും ഇവർക്ക് വന്നു പോയിട്ടുണ്ടാകാം. വളരെ കുറഞ്ഞ കാലത്തേക്കുള്ള ചില ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയെന്നും പെട്ടെന്ന് തന്നെ സാമ്പത്തിക അഭിവൃദ്ധി വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ വെറ്റില തിരഞ്ഞെടുത്തവരെ കുറിച്ച് നോക്കാം. ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഭദ്രത വരാൻ സാധ്യതയുള്ള ആളുകളായിട്ടാണ് ഇവരെ കാണാൻ സാധിക്കുന്നത്. നിലവിൽ ധാരാളം ധനമൊക്കെ സമ്പാദിക്കാനുള്ള യോഗഭാഗ്യങ്ങൾ ഇവരിൽ കാണുന്നു. മാത്രമല്ല വളരെയധികം ദൈവാധീനവും സംരക്ഷണവും ലഭിക്കുന്നവരായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇരുത്തി ചിന്തിക്കുമ്പോൾ ശത്രുക്കൾ ഇവരുടെ മുന്നിൽ നിഷ്പ്രഭരാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് ലക്ഷണശാസ്ത്രം പറയുന്നത്. ധനത്തിൻ്റെ ഒരു ഉറവ ഇവരിലുണ്ട് എന്ന് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇവരിലൂടെ ധാരാളം ആളുകൾക്ക് ഗുണഫലങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ പണത്തെ കൃത്യമായി വിനിയോഗിക്കാൻ അറിയുന്നവരായിട്ടാണ് ഇവരെ പൊതുവെ പറയാറുള്ളത്. ജീവിതത്തിൽ എപ്പോഴും സമ്പാദ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരും അത് നിലനിർത്തുന്നവരായിട്ടും ഇവരെ കണക്കാക്കുന്നു. പലപ്പോഴും ഇവരുടെ നേട്ടങ്ങൾ ഇവർ വലിയൊരു നേട്ടമെന്ന് കരുതുന്നില്ലെങ്കിൽ കൂടി മറ്റുള്ളവരുടെ കണ്ണിൽ ഇവരുടെ ഈ നേട്ടങ്ങൾ വലിയ ഒരു നേട്ടങ്ങളായി തന്നെയാണ് കാണപ്പെടുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഭാവിയിൽ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നവരും ഭാവിയിൽ സുരക്ഷിതരായി ഇരിക്കുന്നവരുമായിരിക്കും എന്നാണ് ലക്ഷണശാസ്ത്രത്തിൽ ഇവരെക്കുറിച്ച് പറയാനുള്ളത്. അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ വെറ്റില തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ ആഠ്യത്യം ഉള്ളവരും ഐശ്വര്യങ്ങൾ നിറഞ്ഞ ജീവിതം കിട്ടാൻ സാധ്യതയുള്ളവരുമായി കണക്കാക്കാം. അതോടൊപ്പം കലാപരമായിട്ടുള്ള കഴിവുകൾ കൂടി ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ കലയോട് കൂടുതൽ അഭിരുചിയുള്ളവരായിട്ട് ഇവർ കാണപ്പെടാറുണ്ട്. ഇവരുടെ യുക്തിക്കനുസരിച്ച് മാത്രമാണ് ഇവർ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യാറുള്ളതും പ്രവർത്തിക്കാറുള്ളതും പറയാറുള്ളതും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശത്രുതയ്ക്ക് ഇവർ പാത്രമാകുന്നത് നിത്യവും നടക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഇതൊന്നും ഇവരെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് വെച്ചിട്ടാണ് ഇവർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാത്തതിനാൽ ഇവർക്ക് ആശ്ചര്യപൂർണ്ണമായ ജീവിതം തന്നെയാണ് ഉണ്ടാകുന്നത്. ഏതൊരു കാര്യവും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഭംഗിയായി നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയാറുണ്ട്. അതുപോലെ തന്നെ ഏതൊരു ജോലിയിൽ പ്രവേശിച്ചാലും അവിടെ ഉന്നത സ്ഥാനത്തിലേക്ക് എത്താൻ ഇവർക്ക് സാധിക്കാറുണ്ട്. പൊതുവായി ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ വെറ്റില തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ വളരെ ശ്രേഷ്ഠതയുള്ള ആളുകളായിട്ട് തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വെറ്റില തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെക്കുറിച്ച് നോക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വരുമാനമൊക്കെയുള്ള ആളുകൾ തന്നെയാണ്. അതുപോലെ തന്നെ ധനം ഇവരിലേക്ക് ധാരാളമായിട്ട് വരും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ധനം ഇവരുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും എന്ന് തന്നെയാണ്. ഭാഗ്യമായിട്ട് കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നവരും എല്ലാം ഉള്ളവരുമായിട്ടാണ് ഇവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആന്തരികമായി ചിന്തിക്കുമ്പോൾ ഇവരുടെ കുടുംബത്തിലും ഇവരുടെ ജീവിതത്തിലുമെല്ലാം ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സാമ്പത്തിക പൂർണ്ണത ഉള്ളതായിട്ട് തോന്നുമെങ്കിലും ജീവിതത്തിൽ വളരെയധികം ധനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും ഈ കൂട്ടർ. ബാഹ്യമായ കാഴ്ചയിൽ വളരെ ശോഭയുള്ളതായിട്ടും വളരെ ശ്രേഷ്ഠമായിട്ടും എന്നാൽ ആന്തരിക അവസ്ഥയിലേക്ക് വരുമ്പോൾ വളരെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരായിട്ടുമാണ് ഈ കൂട്ടരെ കാണപ്പെടാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണശാസ്ത്രങ്ങളൊക്കെ നമ്മളൊരു തമാശ രൂപത്തിലാണ് കാണുന്നത് എങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏതൊരു വസ്തുവിലും നമ്മുടെ സ്വഭാവം ജീവിതവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതായത് അത് വാസ്തവം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ലക്ഷണശാസ്ത്രത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.